ஒரு தர காதலை தந்து இந்த தரதல மனசுக்குள் வந்து ஒரு தல காதலை தந்து இந்த தரதல மனசுக்குள் வந்து காதலிக்க கைடு இல்லை சொல்லித்தரே வாவாத்தி சேர்த்து வச்ச ஆசையெல்லாம் அள்ளித்தரே வாவாத்தி ஏ உசுரா தார கை மாத்தி அடியாத்தி இது என்ன ஃபீலு உன்னாலே நான் ஃபெயிலு பிடிக்காம ஓட்டு நுறியில இனிமே நான் வாழு. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 1 കിലോ ചിക്കനുള്ള സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ചിക്കൻ എടുക്കുന്നത് എന്തോരമാണോ അതിനനുസരിച്ച് നമ്മുടെ സാധനങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറ്റി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. ആ 2 സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. എങ്കിൽ മാത്രമേ നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. സവാളയൊക്കെ ഇപ്പം വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ആകണം. അതുവരെ നമുക്ക് സവാളയൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയുടെ കളറൊക്കെ ചേഞ്ചായി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ അല്പം എണ്ണ കുറവുള്ളത് കാരണം കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്, നമ്മുടെ മസാലയൊന്ന് മൂത്ത് വരാനായിട്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഈ പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പൊടികളൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് എന്തോരം വെള്ളമാണോ വേണ്ടത് അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ ഏകദേശം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം.
നമുക്കിതെല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് വേകാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കിഴങ്ങൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ എടുത്ത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നമ്മുടെ ആ ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദേ മസാല ഇട്ട് കൊടുത്തു. വീണ്ടും ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു മീഡിയം സൈസ് 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു തവണയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.